ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പോൾ ദേ ഞാനും അമ്പുടുക്കുഞ്ഞും ടൗൺ വരെ പോവാണ് കേട്ടോ. പതിവ് പോലെ നമ്മുടെ ഓട്ടോ വണ്ടിയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് പർച്ചേസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ദേ നമ്മൾ ചെന്നെത്തിയേക്കുന്നത് തൊടുപുഴ സീമാസിലാണ് കേട്ടോ. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അമ്പുടുക്കുഞ്ഞ് ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ദേ കാണുന്ന ഷോപ്പിലോട്ടാണ് പോകുന്നതെന്നാണ് കേട്ടോ. അങ്ങോട്ടല്ല അമ്പുടുക്കുഞ്ഞ്, നമ്മളാണെങ്കിൽ ഇത് ഇങ്ങോട്ടാണ് പോണേന്ന് പറഞ്ഞപ്പോൾ അമ്പുടുക്കുഞ്ഞ് ഇത് അങ്ങോട്ട് വെച്ചടിച്ച് പോകുന്നതാണ് കാണുന്നത്. ചെന്നപാടേ ദേ ഡോറൊക്കെ ഓപ്പൺ ആയപ്പോൾ അമ്പുടുക്കുഞ്ഞിന് എന്തോ ഒരു പേടി, അങ്ങോട്ട് കയറാവോ എന്നൊക്കെ ഒരു സംശയം കേട്ടോ. പിന്നെ അതേ കയറി. അവിടെ ചെന്നപ്പോൾ തന്നെയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ അമ്പുടുക്കുഞ്ഞിനെ വെൽക്കം ചെയ്തപ്പോൾ അമ്പുടുക്കുഞ്ഞിനാണെങ്കിലും ഒരു ചമ്മൽ കേട്ടോ. പിന്നെയാണെങ്കിൽ അകത്തോട്ട് ഒറ്റ പാച്ചിലായിരുന്നു. പിന്നെ അതേ ഓടിപ്പാഞ്ഞാണെങ്കിൽ അമ്പുടുക്കുഞ്ഞ് അതിലേക്കൂടെ നടന്നു. പിന്നെ ഞങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ അതേ മിറർ വന്നപ്പോഴത്തേനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അമ്പുടുക്കുഞ്ഞാണെങ്കിൽ നേരെ നോക്കാൻ പറഞ്ഞപ്പോൾ വേറെ എങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ഞങ്ങൾ വീഡിയോയും ഫോട്ടോയൊക്കെ പിടിച്ചുകൊണ്ട് നിന്ന സമയത്താണെങ്കിൽ ഡോർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേ നമ്മളങ്ങനെ ചെന്നെത്തിയത് അമ്പുടുക്കുഞ്ഞിന് തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ. നിറച്ചും ഫ്രോക്കിൻ്റെ തന്നെ ഒരു കളക്ഷനായിരുന്നു. അമ്പുടുക്കുഞ്ഞിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെയാണെങ്കിൽ ദേ കിടക്കുന്ന യെല്ലോ കളർ ഫ്രോക്ക് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്പുടുക്കുഞ്ഞിന് അപ്പം തന്നെ അത് ഒരെണ്ണം എടുത്തു കേട്ടോ. പിന്നെയാണെങ്കിൽ അമ്പുടുക്കുഞ്ഞിന് അത് പാകമാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഇത് സ്റ്റാഫാണെങ്കിൽ അമ്പുടുക്കുഞ്ഞിന് അത് ഇട്ട് കൊടുത്തു കേട്ടോ. പക്ഷേ ആണെങ്കിൽ അവൾക്ക് പാകമാകില്ല, കുറച്ച് ടൈറ്റ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം സൈസ് 16 കേട്ടോ. അമ്പുടുക്കുഞ്ഞിന് ഒരു 20 വേണ്ടത്. പക്ഷേ ഫ്രോക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്പുടുക്കുഞ്ഞിന് കറക്റ്റ് ഫിറ്റായിരുന്നു കേട്ടോ. ഈ ഉടുപ്പിൻ്റെ പൊക്കത്തിട്ടേക്കുന്നത് കൊണ്ടാണ് അത് കുറച്ച് വണ്ണമൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ ഊരിയിട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാളും പാടാലോ എന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ ഉടുപ്പ് ഊരാതെ തന്നെ ഫ്രോക്ക് ഇട്ട് നോക്കിയിട്ട് അമ്പുടുക്കുഞ്ഞിനാണെങ്കിൽ ഇഷ്ടപ്പെട്ടു. അമ്പുടുക്കുഞ്ഞ് ഗമ്മയൊക്കെ ഒന്ന് നോക്കി കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു മിറർ കണ്ടത്. അപ്പോൾ ആണെങ്കിൽ കുറച്ച് വീഡിയോ പിടിച്ചേക്കാൻ ഓർത്തു. അമ്പുടുക്കുഞ്ഞ് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. എവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ അമ്പുടുക്കുഞ്ഞിൻ്റെ പതിവ് ശീലമാണ് ഈ ഓട്ട. അങ്ങനെ അമ്പുടുക്കുഞ്ഞ് ഓടിപ്പാഞ്ഞ് നടന്നതിൻ്റെ പുറകെ ഞാനും നടന്നു കേട്ടോ. കാരണം പിടിച്ചാൽ പിടി കിട്ടില്ല. ഈ ഡ്രസ്സിൻ്റെ എവിടെയും കയറി നിന്നാൽ നമ്മളൊട്ട് അറിയില്ല കേട്ടോ. അമ്മച്ചി അപ്പോൾ അമ്മച്ചിക്ക് എടുക്കാനുള്ള ഡ്രസ്സൊക്കെ എടുക്കുമായിരുന്നു. ഞാൻ അമ്പുടുക്കുഞ്ഞിൻ്റെ പുറകെ ഇങ്ങനെ ഓടിയിട്ട് അപ്പോഴാണ് കേട്ടോ നമ്മുടെ അമ്പുടുക്കുഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞാവേനെ കണ്ടത്. ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വാവേനെ എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതേ ഞാൻ അടുത്ത് പിടിച്ച് നിർത്തി ഒരു സെൽഫി എടുത്തു കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ വീണ്ടും അടുത്ത സെക്ഷനിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴും അമ്പുടുക്കുഞ്ഞിൻ്റെ പതിവ് കലാപരിപാടി ഓട്ടപ്പാച്ചിൽ തന്നെ ഓട്ടപ്പാച്ചിൽ. പിന്നെ അമ്പുടുവിൻ്റെ പുറകെ ഞാനിങ്ങനെ നടന്നു. അപ്പോഴാണെങ്കിൽ ജമീലാമ്മക്ക് എടുക്കാനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ജമീലാമ്മ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞാനും അമ്പുടുക്കുഞ്ഞും പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.